ആദ്യത്തെ ഡെലിവറി പോലെ തന്നെ രണ്ടാമത്തതും എനിക്ക് നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. ആദ്യത്തേത് പ്രീ ടൈം ഡെലിവറി ആയിരുന്നെങ്കിലും രണ്ടാമത്തെ ഡെലിവറി ഫുൾ ടൈം ഡെലിവറി ആയിരുന്നു. ദൈവാനുഗ്രഹത്താൽ യാതൊരുവിധ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 37 വീക്സ് ഒക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്ന പ്രകാരം നമ്മൾ അഡ്മിറ്റായി. ഒരു സൺഡേ ആയിരുന്നു നമ്മൾ അഡ്മിറ്റായത്. പിറ്റേ ദിവസം മൺഡേ ജൂൺ 1 തന്നെ മോർണിംഗിൽ നമ്മളൊരു 5:30 ഒക്കെ ആയപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഒരു നാക്കിൻ്റെ അടിയിൽ ഒരു മരുന്നൊക്കെ കഴിച്ചു ചെന്നിരുന്നു. ഒരു 7:30 ഒക്കെ ആയപ്പോൾ PV ചെയ്ത് അപ്പോൾ തന്നെ വാട്ടർ ബ്രേക്ക് ചെയ്തു. പിന്നെ നേരെ ലേബർ റൂമിലേക്കാണ് നമ്മളെ കയറ്റിയത്. കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ പെയിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു. അന്ന് ഞാൻ മോർണിംഗ് 2:30 തൊട്ട് നൈറ്റ് 9 മണി വരെ 9:10 വരെ ഞാൻ ആ വേദന അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇത്തവണ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. 7:30 ഒക്കെ ആയപ്പോൾ പെയിൻ തുടങ്ങി. പക്ഷേ ആ ഒരു ടൈമിൽ പെയിൻ വളരെ സ്ട്രോങ് ആയിരുന്നു. പിന്നെ രാവിലെ 9:27 ആയപ്പോൾ രണ്ടാമത്തെ കുഞ്ഞുവാവ ഉണ്ടാവുകയും ചെയ്തത്. ആദ്യത്തെ ഡെലിവറിയിൽ ഞാനായിരുന്നു ആ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ആ ദിവസം പ്രസവിച്ചത്. എന്നാൽ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഞാനായിരുന്നു പ്രസവിച്ചത്. കുഞ്ഞുവാവയ്ക്ക് നോർമൽ വെയിറ്റ് ഒക്കെ ആയതുകൊണ്ട് ഒബ്സർവേഷൻ റൂമിൽ കിടത്തി. അതിനുശേഷം നേരെ നമ്മൾ റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ കുഞ്ഞുവാവേനെ എനിക്ക് കിട്ടി. അതുകൊണ്ട് എല്ലാം ഒരു നല്ല സ്മൂത്തായി പോയി ഡെലിവറി ആയിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ എല്ലാവർക്കും. ആദ്യത്തെ ഡെലിവറി അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഡെലിവറി എല്ലാ കാരണങ്ങൾ കൊണ്ടും അത്യാവശ്യം ആ ഒരു ഡ്യൂറേഷനൊക്കെ കുറവായിരിക്കും അല്ലേ. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടി എന്നാന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ ഏജ് ഗ്യാപ്പ് കുറവാണെങ്കിൽ അത് മാനേജ് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.